എൻ്റെ അമ്മ അമ്മ എന്തി പറയണേ? അമ്മ എന്താ എൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കാത്തെ? ശരിയാണ്, ഞാനാണ് അവനെ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നത്. ആ വഴിയുള്ള ബന്ധമല്ലേ ഉള്ളൂ നിങ്ങൾക്ക് അവനായിട്ട്? എന്റെ മോളെ, ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക്. റിലേഷൻഷിപ്പ് ആവുമ്പോ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്നും പറഞ്ഞ് അതൊക്കെ ഉപേക്ഷിക്കാണോ വേണ്ടത്? ഒന്നുമില്ലെങ്കിലും 5-6 കൊല്ലം പ്രേമിച്ച് നടന്നാലോ. എൻ്റെ അമ്മ ഈ പ്രശ്നങ്ങൾ ഇന്നും ഇന്നലെയും തുടങ്ങിയൊന്നുമല്ലല്ലോ. എനിക്ക് എൻ്റെ മാക്സിമം ഞാൻ സഹിച്ചു. ഇനി എന്നെ കൊണ്ട് പറ്റത്തില്ല, എനിക്ക് താല്പര്യമില്ല. നീ ഒന്നും പറയണ്ട. അവനെ പോലെ ഒരു ചെറുക്കനെ കിട്ടാൻ ബുദ്ധിമുട്ടാ. ഞാനിപ്പോ ആ ചെറുക്കനെ വിളിക്കാം. ഞാൻ എന്തായാലും അവനോട് നിന്നെ വിളിക്കാൻ പറയാം. നിങ്ങൾ സംസാരിക്കും. എന്ത് കോപ്പെങ്കിലും കാണിക്കുക. ഓ ഐ എം സോറി. എന്തെങ്കിലും പറ്റിയായിരുന്നു? സോറി, ഞാൻ ദേഷ്യത്തിൽ താങ്ക് യു. ഐ എം റിയലി സോറി. അല്ല, തൻ്റെ ഫോൺ എന്തെങ്കിലും പറ്റിയോ? ഓ കുഴപ്പമില്ല. എനിവേ, ഐ എം ദേവ്. ഓ മില. ഹായ്. ഫ്രം വിച്ച് സൈഡ്? ഹാ, പെണ്ണിൻ്റെ ഗാങ്ങാണോ അതോ ചെക്കൻ്റെ ഗാങ്ങാണോ? ഓ പെണ്ണിൻ്റെ ഗ്യാങ്. അവിടെ ഏത് സൈഡാ? ഐ മീൻ പെണ്ണിൻ്റെ ഗ്യാങ് ആണോ ചെക്കൻ്റെ ഗ്യാങ് ആണോ? ആക്ച്വലി രണ്ടുപേരുടെ അല്ല, സ്ട്രേഞ്ചറാ. വാട്ട്? അല്ല, ആക്ച്വലി ഐ മീൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാ ഗ്രൂപ്പ്. ഓ ഓ അങ്ങനെ അവൻ വിളിച്ചപ്പോൾ അവൻ്റെ കമ്പനിക്ക്. ഓക്കെ. എന്നിട്ട് ഫ്രണ്ട് എവിടെ? അല്ല, അവൻ പയ്യൻ എന്തോ ഒരുക്കാനായിട്ട് അങ്ങോട്ട് വന്ന് പോയതാ. പിന്നെ കണ്ടില്ല. ഞാൻ പിന്നെ അവിടെ നിന്ന് പോസ്റ്റ് ആണെന്ന് വെച്ചിട്ട് ഇവിടെ വരുന്നത്. അപ്പോൾ ബേസിക്കലി പീസ് തേടി വന്ന ഒരാളെയാണ് ഞാൻ ഫോൺ എറിഞ്ഞ് ഡിസ്റ്റർബ് ചെയ്തത് അല്ലേ? അങ്ങനെയും പറയാം. ഓക്കെ. വീട്ടിൽ Yeah. How do you know that? ഞാൻ പറഞ്ഞാൽ കേട്ടായിരുന്നു. ഓഹോ, അപ്പോൾ സ്ട്രേഞ്ചേഴ്സിൻ്റെ സംസാരം ഒളിഞ്ഞിരുന്ന് കേൾക്കുന്നതാണ് പരിപാടി അല്ലേ? ഒളിഞ്ഞിരുന്നു? സാധാരണ സ്ട്രേഞ്ചർ സംസാരിക്കുന്ന സൗണ്ടിലല്ലല്ലോ താൻ സംസാരിച്ചേ. അതും ശരിയാണ്. റിലേഷൻഷിപ്പ് പ്രോബ്ലം, റൈറ്റ്? യപ്പ്, ടോക്സിക് റിലേഷൻഷിപ്പ്. ടോക്സിക്. താൻ പറയുന്നൊന്നും ഫാമിലിക്ക് മനസ്സിലാവില്ലല്ലേ? നോപ്പ്. തന്നെ ആയിരിക്കുമല്ലോ എല്ലാവരും കുറ്റപ്പെടുത്തുന്നത് ഈ റിലേഷൻഷിപ്പ് നടത്തുന്ന കാര്യം പറയുമ്പോൾ. ആം ഐ റൈറ്റ്? Exactly. Everybody is blaming me. Wait. How do you know that? I'm also from a toxic relationship. Best. Congrats. Thank you. What? അല്ല, ഞാനാണിങ്ങനെ ഒറ്റയ്ക്കിരുന്നതെങ്കിൽ എനിക്ക് മിനിമം ഒരു 50 കോളെങ്കിലും വന്നാണ്. ആരുടെ കൂടിയാ, എന്ത് ചെയ്യാ, എവിടെയാ, അത് വെച്ച് നോക്കുമ്പോൾ യു ലക്കി. ഐ മീൻ ബോയ്സ് ആർ ലക്കി. ബോയ്സ് ആർ ലക്കി. വാട്ട്? അല്ല, ബോയ്സ് ആർ ലക്കി എന്ന് പറഞ്ഞോണ്ട് ചിരിച്ചോ? എന്താ ശരിയല്ലേ? പിന്നെ ശരി. ഞാൻ റിലേഷൻ ആയിരുന്ന സമയത്ത് ഹെഡ്ഫോൺ എനിക്ക് ചെവിന്ന് വരാൻ പറ്റൂലായിരുന്നു. ആടോ, എവിടെ പോയാലും എന്ത് തിരക്കുണ്ടെങ്കിലും അവളെ വിളിക്കും. ഒരു ദിവസം വിളിച്ചില്ലെങ്കിലോ അടുത്ത ദിവസം പോയി. സെയിം ഹിയർ. ബോയ്സിനോട് സംസാരിക്കാൻ പറ്റില്ല, ബോയ്സിനോട് ബൈക്കിൽ കയറാൻ പറ്റില്ല. 10 മണിക്ക് ശേഷം ഓൺലൈൻ കണ്ട 100 ചോദ്യങ്ങൾ. പിന്നെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ അയക്കാൻ 1 സെക്കൻഡ് ലേറ്റായാൽ കഴിഞ്ഞു. എൻ്റെ കൂടെ സംസാരിക്കാൻ പറ്റില്ല, ബാക്കിയോടൊക്കെ ചാറ്റ് ചെയ്യാം, അങ്ങനെയൊക്കെ. തനിക്കതെല്ലാം ഉണ്ടായുള്ളൂ. എനിക്കുണ്ടല്ലോ, എൻ്റെ ഫാമിലിയായിട്ട് നേരം മിണ്ടാൻ പറ്റില്ല, എൻ്റെ ഫ്രണ്ട്സുമായിട്ട് കുറച്ചൊന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. മീൻസ് ആക്ച്വലി എനിക്ക് എന്തെങ്കിലും സത്യം പറയാൻ പേടിയാണ്. ഞാൻ എന്തെങ്കിലും സത്യം എങ്ങനെ പറഞ്ഞു പോയാൽ അപ്പം കരയും. I don't know why. പിന്നെ ഓവറായിട്ട് ഇമോഷണലായി എന്ത് പറഞ്ഞാലും അപ്പം കരയും. സെയിം അവസ്ഥയാണ്. ഫ്രണ്ട്സിൻ്റെ മുമ്പിൽ തെറി വിളിക്കുക, കളിയാക്കുക. നമുക്കൊരു സ്പേസ് ഇല്ല. ഇഷ്ടമുള്ളൊരു ഡ്രസ്സ് ഇടാൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മൾ എന്ത് പറഞ്ഞാലും കുറ്റം. അവരൊക്കെ ഡീസൻ്റ്, പോരാത്തതിന് ഓവർ പൊസസീവും. ഈ ഓവർ പൊസസീവ് ആവുന്നതിൻ്റെ കാര്യം ലാക്ക് ഓഫ് ട്രസ്റ്റിൻ്റെ ഇഷ്യൂ. ഞാൻ റിലേഷൻ ആയിരുന്ന സമയത്ത് സത്യം ഭയങ്കര ഒരു നെഗറ്റീവ് ഫീൽ ആയിരുന്നു. താനിപ്പോൾ ഇരിക്കുന്നുണ്ടല്ലേ, എനിക്കിതുപോലെ ഈ സെയിം അവസ്ഥ. ഐ മീൻ ഭയങ്കര സഫക്കേഷൻ ആയിരുന്നു. അപ്പോൾ എല്ലാ ടോക്സിക് റിലേഷൻഷിപ്പും സെയിം തന്നെയാണല്ലേ? ഈ ടോക്സിക് റിലേഷൻഷിപ്പിൽ അങ്ങനെ ഒരു ഗേൾ ആൻഡ് ബോയ് അങ്ങനെയൊന്നും ഇല്ലടോ. നമ്മളെ അലട്ടുന്ന ചിലപ്പോൾ ഒരു ഗേൾ ആയിരിക്കാം, അല്ലെങ്കിൽ ബോയ് ആയിരിക്കാം. ടോക്സിക് റിലേഷൻഷിപ്പ് ഈസ് ടോക്സിക്, യു നോ? Yeah, I know. Yeah.
അപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് എങ്ങനെ എസ്കേപ്പ് ആയി? ഐ മീൻ ബ്രേക്കപ്പ് ആയി. സോറി, ഞാൻ പെട്ടെന്ന്. ഇറ്റ്സ് ഓക്കെ, ഫൈൻ. സത്യം പറഞ്ഞാൽ എസ്കേപ്പ് ആയെന്ന് തന്നെ പറയാം. അത് ഞാൻ ഒത്തിരി സഹിച്ചു. പിന്നെ വന്നു അത് സഹിക്കാവുന്നതിനപ്പുറമായി. ലൈക്ക് ഞാൻ എൻ്റെ ഫ്രണ്ട്സുമായിട്ട് കുറേ കോണ്ടാക്റ്റൊക്കെ പോയി. പിന്നെ മൊത്തത്തിൽ ഇതൊരു നെഗറ്റീവ് വൈബായി. അറ്റ് ലാസ്റ്റ് ഇവിടെ അടുത്ത് നടക്കാൻ പോകുന്നൊരു സ്ഥലമുണ്ട് സ്ഥിരമായിട്ട്, ക്യൂൻസ്വേ എന്ന് പറയും. ക്യൂൻസ്വേയിലെ നൈറ്റ് വാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടം. എന്തുപറ്റി? ഇല്ല, ഒന്നുമില്ല, പറഞ്ഞോ. ഞാൻ എവിടെ നിർത്തി? ക്വീൻസ്വേ. ക്യൂൻസ്വേ. നമ്മൾ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്ന സ്ഥലം അതാ. ലാസ്റ്റ് എല്ലാം പറഞ്ഞ് ഒരു മ്യൂച്വൽ റെസ്റ്റോറൻറ്റിൽ അവിടെ വെച്ച് നിർത്തി. അല്ല, അപ്പോൾ റിലേഷൻഷിപ്പ് സ്റ്റോപ്പ് ചെയ്തപ്പോൾ വിഷമമൊന്നും ഉണ്ടായില്ലേ? എന്ത് ചോദ്യമാണ്? അല്ല 3-4 വർഷം കൂടെ ഉണ്ടായിട്ട് പോകുമ്പോൾ എന്തായാലും വിഷമം ഉണ്ടാവില്ലേ? എനിക്കും അത് വിഷമം തന്നെ ഉണ്ടായി. പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ ലൈഫ് ഇങ്ങനെ മൊത്തം സ്ട്രെസ്സായി പോകുന്നതിനേക്കാളും കുറച്ച് വിഷമിക്കുന്നില്ല നല്ലത്. അതും ശരിയാണ്. അപ്പോൾ താൻ ഫ്രീ ആയി അല്ലേ? ഐ എം ഫ്രീ നൗ. അല്ല, ക്യൂൻസുടെ കാര്യം പറയുമ്പോൾ താൻ എന്തിനാ ചിരിച്ചേ? അത് വേറൊന്നും കൊണ്ടല്ല, ക്വീൻസ്വേയിൽ നടക്കാൻ പോകുന്നത് എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. വാട്ട്? അല്ല, എൻ്റെ പോലത്തെ സെയിം ക്യാരക്ടർ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന പോലെ ഫീൽ ചെയ്തു, അതാ ചിരിച്ച. അല്ല, അപ്പോൾ തൻ്റെ കാര്യം എങ്ങനെ? എൻ്റെ കാര്യം ഇതുപോലൊക്കെ തന്നെയാണ്. ഞാൻ ഒരുപാട് സഹിച്ചു. ഇനി എനിക്കിത് മുന്നോട്ട് പോകാൻ യാതൊരു താല്പര്യമില്ല. സോ ഞാനത് പുള്ളിയോട് പറഞ്ഞു. അപ്പം ഞാൻ തേച്ച പോലെ ഞാൻ ആൾ ശരിയല്ല. അങ്ങനെ പുള്ളിയാണെങ്കിൽ എൻ്റെ ഫാമിലിയായിട്ട് ഭയങ്കര അറ്റാച്ച്ഡാണ്. അപ്പയ്ക്കും അമ്മയ്ക്കും ഭയങ്കര കാര്യമാണ് പുള്ളിയെ. അവർ നോക്കുമ്പോൾ എന്താ ഒരു പ്രശ്നമില്ല. പക്ഷേ റിലേഷൻഷിപ്പിൻ്റെ പ്രോബ്ലംസ് എല്ലാം നമുക്കല്ലേ അറിയൂ. സോ എനിക്കിനി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ യാതൊരു താല്പര്യമില്ല. സോ നമ്മൾ രണ്ടുപേരും ഇപ്പോൾ ഫ്രീ ആണ്? യാ, ഫ്രീ ആണ്. എന്തൊരു ഒന്നുമില്ല. അല്ല, പറ. അല്ല, ഒരു ഫോൺ എറിഞ്ഞിട്ടാണെങ്കിലും സെയിം ക്യാരക്ടറുള്ള ഒരാളെ കാണാൻ പറ്റുമല്ലോ. അല്ല, താൻ ഫോൺ ഓണാക്കണ്ടേ? എനിക്കിങ്ങനെ എപ്പോഴും ഫോൺ ചെക്ക് ചെയ്യുന്നത് യാതൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് മിക്കപ്പോഴും ഞാൻ സൈലന്റ് മോഡിൽ ഇടാറ്. ഓക്കെ. എന്തിറ്റി? ഒന്നുമില്ല, നത്തിങ്. അല്ല, താനും ഫോൺ നോക്കണം കണ്ടില്ലല്ലോ ഇത്രയും നേരമായിട്ടും. അല്ല, ലൈക്ക് ഞാനും മിക്കപ്പോഴും ഫോൺ സൈലൻ്റിലായിടാറ്. എനിക്കും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫോൺ ഇങ്ങനെ ചെക്ക് ചെയ്യുന്ന ഇഷ്ടമല്ല. അതാ താൻ പറഞ്ഞപ്പോൾ ചിരിച്ച്. നമ്മൾ ഫ്ലർട്ട് ചെയ്യല്ലോ അല്ലേ? നോ, ഇതിനെ ഫ്ലർട്ടിംഗ് എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഒരേ പ്രശ്നമുള്ള രണ്ടുപേർ സംസാരിക്കുമ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അവരുടെ ലൈക്സ് സെയിം ആവുന്നു, അത്രേ ഉള്ളൂ. ഇറ്റ്സ് നോട്ട് ഫ്ലർട്ടിംഗ്. യാ, ഇറ്റ്സ് നോട്ട് ഫ്ലർട്ടിംഗ്. ഞാനത് അങ്ങോട്ട് ചെല്ലട്ടെ. പോയി ഫ്രണ്ടിനെ കണ്ടുപിടിക്കണം. ഇനി നാം ലേറ്റ് ആവും. യാ, ഷുവർ. എനിവേ, താങ്ക്സ് ഫോർ ദ കമ്പനി. യാ, സെയിം. ബൈ. ബൈ. ദേവ്, നാളെ ഈവനിങ് ഫ്രീ ആണോ? യെസ്. ക്വീൻസ്വേയിൽ ഒരു വാക്കിന് പോയാലോ?